എന്നെ ശ്രവിക്കുന്ന പ്രേക്ഷകർ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ ഹുസൈൻ സലഫിക്കൊന്ന് എത്തിച്ചു കൊടുക്കണം. ഇതിനൊന്നും അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്ത EK വിഭാഗത്തിൻ്റെ പ്രഭാഷകനായ സിംസാറുൽ ഹഖ് ഉദവി നബിദിനമാഘോഷം ഇസ്ലാമികമാണ് എന്ന് പറയാൻ വേണ്ടി മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ എന്ന് തുടങ്ങുന്ന ഇമാം മുസ്ലിമിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. എന്നാൽ അതിനെ ഗണ്ണിച്ചുകൊണ്ട് ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ആ ഹദീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇസ്ലാമിൽ പുതുതായി പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവരലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സംസാരം. നബിദിനമാഘോഷത്തെക്കുറിച്ച് മുസ്ലിയാക്കന്മാർ സമൂഹത്തിൻ്റെ മുന്നിൽ എഴുതിയും പറഞ്ഞും വെച്ചത് എന്താണ്? നബിദിനമാഘോഷം സുന്നത്താണ് എന്നും ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുകളുണ്ട് എന്നുമൊക്കെയാണ്. എന്നാൽ എന്ത് തെളിവാണ് മുസ്ലിയാക്കന്മാർ ഇസ്ലാമിൻ്റെ ഒന്നാം പ്രമാണമായ ഖുർആനിൽ നിന്നും അതേപോലെ തന്നെ രണ്ടാം പ്രമാണമായ ഹദീസിൽ നിന്നും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഉദ്ധരിച്ചിട്ടുള്ളത്? പച്ചക്കളവുകളും ദുർവ്യാഖ്യാനങ്ങളും കോട്ടിമാട്ടലുകളും ജനങ്ങളെ കബളിപ്പിക്കലുമല്ലാതെ മറ്റെന്താണ് മുസ്ലിയാക്കന്മാർ ഈ കാലമത്രയും സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചിട്ടുള്ളത്? എന്നാൽ ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി സിംസാറുൽ ഹഖ് ഉദവിയുടെ ദുർവ്യാഖ്യാനത്തിന് കൃത്യമായി മറുപടി പറഞ്ഞപ്പോൾ, എന്നാൽ അത് കണ്ടഭാവം നടിക്കാതെ ഒളിച്ചിരിക്കുന്ന സിംസാറുൽ ഹഖ് ഉദവിയെ വെള്ളപൂശുവാൻ വേണ്ടി ഒരു മുസ്ലിയാർ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവൻ നടത്തിയ വീരവാദമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും ആശയങ്ങളെയും വളരെ മോശമായ രൂപത്തിൽ വക്രീകരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് ഹുസൈൻ സലഫി. എന്താണ് ഇവിടെ നമ്മുടെ മുസ്ലിയാർ പറഞ്ഞത്? പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും ആശയങ്ങളെയും വളരെ മോശമായ നിലയ്ക്ക് വക്രീകരിക്കുവാൻ മുന്നിൽ നിൽക്കുന്നയാളാണ് ഹുസൈൻ സലഫി എന്നാണ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എനിക്ക് തോന്നിയത്, ഞാൻ പച്ചക്ക് പറയുകയാണ്, വേശ്യയുടെ ചാരിത്ര പ്രസംഗം. ഹുസൈൻ സലഫിയാണത്രേ ഇസ്ലാമിൻ്റെ നിയമങ്ങളും ആശയങ്ങളും വളരെ മോശമായി വക്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആള്. ഇവന്റെ മരിച്ചുപോയ നേതാവായ ശംസുൽ ഉലമ മുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സിമ്പിളായി ഹമ്പിളായി കൂളായി പച്ചക്കളവുകൾ തട്ടിവിടുന്ന സിംസാറുൽ ഹഖ് ഉദവി വരെയുള്ള മുസ്ലിയാക്കന്മാരുടെ മുഖത്ത് നോക്കി പറയേണ്ടത് നമ്മുടെ പണ്ഡിതന്റെ നേരെ പറയുകയാണ്, കുബൂരി ഉളുപ്പില്ലാതെ. അദ്ദേഹം ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഉദവി പ്രസംഗിച്ച ഒരു പ്രസംഗത്തെ നിരൂപണം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്ന വലിയ കളവുകളാണ് നമുക്കതിൽ നിന്ന് പിടിക്കാനുള്ളത്, വലിയ തെറ്റിദ്ധരിപ്പിക്കലുകൾ. ഇവന്റെ ബഹുമാനപ്പെട്ടു പോയ സിംസാറുൽ ഹഖ് ഉദവിയുടെ പ്രഭാഷണത്തിന്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ഹുസൈൻ സലഫി വലിയ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിയെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. അങ്ങനെ ബഹുമാനനായ പണ്ഡിതൻ ഹുസൈൻ സലഫിയുടെ പ്രഭാഷണത്തിൽ സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന ഇവൻ മുസാഫിന്റെ ഉറവുകളെ കൊണ്ട് നടക്കുന്ന മുസ്ലിയാരുടെ പ്രഭാഷണത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ഹുസൈൻ സലഫി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എങ്കിൽ, തരികിട നടത്തിയിട്ടുണ്ട് എങ്കിൽ, ഇവന്റെ സിംസാറുൽ ഹഖ് ഉദവിയുടെ വായിൽ എന്താണ് തലയിക്കെട്ട് തിരികെ കയറ്റിയിരിക്കുകയാണോ? അവൻ എന്താ വായി തുറക്കാത്തത്? ഹുസൈൻ സലഫി പറഞ്ഞത് തെറ്റാണ് എങ്കിൽ അവന് തുറന്നു പറയാമായിരുന്നല്ലോ, അവന് ഖണ്ഡിക്കാമായിരുന്നല്ലോ. എന്തേ അവൻ മിണ്ടാത്തത്? അതുകൊണ്ട് സിംസാറുൽ ഹഖ് ഉദവിയെ കളത്തിലിറക്ക് കുബൂരി, എന്നിട്ട് വാചക കസരത്ത് നടത്ത്. സിംസാറുൽ ഹഖ് ഉദവിക്ക് ധൈര്യമുണ്ട് എങ്കിൽ ഹുസൈൻ സലഫി പറഞ്ഞത് കളവാണ്, ഹുസൈൻ സലഫി പറഞ്ഞതുപോലെ ഒരു വ്യാഖ്യാനം ലോകത്ത് ഒരൊറ്റ പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല, അത് പച്ചക്കളവാണ്, ദുർവ്യാഖ്യാനിക്കലാണ്, കോട്ടിമാട്ടലാണ്, കബളിപ്പിക്കലാണ് എന്നൊക്കെ ആണത്തമുണ്ട് എങ്കിൽ, ചങ്കൂറ്റമുണ്ട് എങ്കിൽ, നട്ടലുണ്ട് എങ്കിൽ സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്നതിന്റെ വലിയ ഹോജരാജാവിനെ രംഗത്തിറക്ക്, എന്നിട്ട് സംസാരിക്ക്, കളത്തിലിറക്ക് ആണത്തമുണ്ടെങ്കിൽ. അതല്ലാതെ 10 മീറ്റർ തലയിക്കെട്ടും കെട്ടുമെന്ന് 11 ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിനൊക്കെ ഹുസൈൻ സലഫി മറുപടി പറയണമെന്നൊക്കെ പറയാൻ നീ ആരാണടോ? നീ ആരാണ്? നിന്റെ തലയിക്കെട്ടിന്റെ ബണ്ണത്തിനാണോ ഞങ്ങൾ മറുപടി പറയേണ്ടത്? നിനക്ക് ചങ്കൂറ്റമുണ്ട് എങ്കിൽ നീ സിംസാറുൽ ഹഖ് ഉദവിനെ കളത്തിലിറക്ക്. അതിന് സിംസാറുൽ ഹഖ് ഉദവിയെ കിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം, അവൻ വരില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിന്നെ പോലുള്ള ചാവേറുകൾ രംഗത്തിറങ്ങിയത്. എന്നെ ശ്രവിക്കുന്ന പ്രേക്ഷകർ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ ഹുസൈൻ സലഫിക്കൊന്ന് എത്തിച്ചു കൊടുക്കണം. എല്ലാ പൊന്നാരപ്പടപ്പ, നിനക്ക് ഹുസൈൻ സലഫി പറഞ്ഞത് നിന്റെ സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന ഹോജരാജാവിന് എത്തിച്ചു കൊടുത്തൂടെ? അദ്ദേഹത്തെ കൊണ്ട് ഹുസൈൻ സലഫിക്ക് മറുപടി പറയിപ്പിച്ചൂടെ? എന്തുകൊണ്ട് നീ അതിന് തയ്യാറാകുന്നില്ല? അതുകൊണ്ട് പൊന്നാരപ്പടപ്പ, നീ ആദ്യം സിംസാറുൽ ഹഖ് ഉദവിനെ കളത്തിലിറക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം 1-2 ആളുകൾ വഹാബികളെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ മുജാഹിദീങ്ങളാണെന്ന് പറയുന്ന ആൾക്കാർ വാട്സപ്പിലൊക്കെ ബന്ധപ്പെട്ടിട്ട്, അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇതിനുള്ള മറുപടി നിങ്ങളെ മൗലവിമാരിൽ നിന്ന് കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങളെ മൗലവിമാർക്ക് നിങ്ങളെ പിന്നാലടക്കണ പണിയല്ല. ഇനി അങ്ങനെ ഏതെങ്കിലും മുജാഹിദുകാരൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പറഞ്ഞത് കുറഞ്ഞു പോയി എന്നേ ഞാൻ പറയുകയുള്ളൂ.
നിന്നെ പോലെയുള്ള ചട്ടന്റെയും പൊട്ടന്റെയും പിന്നാലെ നടക്കലല്ല മുജാഹിദിന്റെ പണ്ഡിതന്മാർക്ക് പണി. സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന നിന്റെ വലിയ നേതാവിന്റെ വായിൽ നിന്ന് വീണ വിവരക്കേടുകൾക്ക് കൃത്യമായ മറുപടി ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതിന് ആണത്തമുണ്ട് എങ്കിൽ, ചങ്കൂറ്റമുണ്ട് എങ്കിൽ, സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന നിന്റെ പുരോഹിതനെ രംഗത്തിറക്കി മറുപടിയാണ് പറയേണ്ടത്. അതല്ലാതെ നിന്നെ പോലെയുള്ള ആൾക്കാർക്ക് അറിയാത്ത അഡ്രസ് ഇല്ലാത്തൊരു സാധനം വന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന്റെ പിന്നാലെ കൂടുതലല്ല ഹുസൈൻ സലഫിക്ക് പണി. പച്ചക്കളവ് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ട് അത് തിരുത്തി കൊടുക്കുമ്പോൾ, അല്ല ഞങ്ങൾ പറഞ്ഞതു തന്നെയാണോ സത്യമെന്ന് കിതാബിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്താൻ എന്താ അവർക്ക് ധാർമ്മികമായ അവകാശമല്ലേ? അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തല്ലേ? അത് തന്നെയാണ് എനിക്ക് തിരിച്ചും ചോദിക്കാനുള്ളത്. സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന നിന്റെ മുസാഫിന്റെ പോലെ നീ കൊണ്ടു നടക്കുന്ന പുരോഹിതന്റെ പച്ചക്കളവുകൾ പൊളിച്ചടക്കി കയ്യിൽ തന്നപ്പോൾ അതിന് മറുപടി പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന നിന്റെ കുബൂരി പുരോഹിതനില്ലേ? അവനെ കൊണ്ടുവാ, എന്നിട്ട് മറുപടി പറയാൻ പറ. അവന്റെ ചെവിക്ക് പിടിച്ച് മറുപടി പറയാൻ പറ. വെറുതെ വാചക കസരത്ത് സിമ്പിളായി കൂളായി ഹമ്പിളായി അങ്ങ് പറഞ്ഞു പോയാൽ പോരല്ലോ. കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഹുസൈൻ സലഫി ഗണ്ണിച്ചതിന് മറുപടി പറയാൻ സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന നിന്റെ പുരോഹിതനെ രംഗത്തിറക്ക് കുബൂരി. എന്നിട്ട് മതി വാചക കസരത്തൊക്കെ. ഞങ്ങൾ പറഞ്ഞ വീഡിയോ ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ട ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പലതുണ്ട്. നിങ്ങൾ അതിനെ നിരൂപിക്കും. അപ്പം നമുക്ക് അതിനനുസരിച്ച് സംസാരിക്കാം. 10 മീറ്ററോളം നീളമുള്ള തുണിയെടുത്ത് തലയിലും ചുറ്റി വന്നിരുന്ന് നീ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ നീ ആരാണ് വായി? നീ നിന്റെ സിംസാറുൽ ഹഖ് ഉദവിനെ ഇറക്ക്, എന്നിട്ട് പറ. സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന മുസ്ലിയാരുണ്ടല്ലോ, നിങ്ങളുടെ സമസ്ത EK വിഭാഗത്തിന്റെ ഹോജരാജാവായ സിംസാറുൽ ഹഖ് ഉദവി, അദ്ദേഹം പറഞ്ഞ വിഡ്ഢിത്തത്തിനാണ് ഹുസൈൻ സലഫി മറുപടി പറഞ്ഞിട്ടുള്ളത്. അതിന് മറുപടി ഉണ്ട് എങ്കിൽ സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന പുരോഹിതനെ തന്നെ കളത്തിലിറക്ക്. അതല്ലാതെ ഊരും പേരറിയാത്ത തലയിക്കെട്ടിന് വണ്ണം മാത്രമുള്ള നിന്നെ പോലെയുള്ള മുസ്ലിയാക്കന്മാർക്ക് മറുപടി അറിയാൻ നീ എന്താണ് വിചാരിച്ചത് ഹുസൈൻ സലഫിയെ കുറിച്ച്? നിന്റെ ജിഫ്രി മുത്തുക്കോയയെ പോലെയുള്ള കേവലം ഒരു മുസ്ലിയാരാണെന്ന് വിചാരിച്ചോ? ഹുസൈൻ സലഫി ഇവന് മറുപടി പറയണത്രേ. ഇവൻ പറഞ്ഞതൊക്കെ ഹുസൈൻ സലഫിക്ക് അയച്ചു കൊടുക്കണമത്രേ. അതിന് നീ ആരാണ്? നിന്നെ പോലെയുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള സംസാരത്തിന്റെ കാരണം എന്താണ് എന്ന് വഹാബ് സക്കാഫി എന്നറിയപ്പെടുന്ന നിന്റെ മറ്റേ സമസ്തയിലുള്ള മുസ്ലിയാരുണ്ടല്ലോ, നിങ്ങളെയൊക്കെ പേടി സ്വപ്നം, ആ വായാടി വഹാബ് സക്കാഫി പറഞ്ഞു തരും. ഇതിനൊന്നും അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അതെ, ഇതിനൊന്നും അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ, വല്ലാത്ത തൊലിക്കട്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത്, അതാ ഹുസൈൻ സലഫിയോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ സുന്നികളോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളിങ്ങനെ മുൻകർ നക്കീറായിട്ട് ഇങ്ങനെ നടക്കുക, നമ്മളിങ്ങനെ മറുപടി പറയാനായിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ പറഞ്ഞതിനൊക്കെ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഹുസൈൻ സലഫിന്റെ ചോദ്യം നിന്റെ അടിയറച്ചിക്ക് കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന നിന്റെ ഗീർവാണത്തെ പുറത്തിറക്കിക്കൊണ്ട് നീ മറുപടി പറയിപ്പിക്കുന്നതിന് പകരം നീ വന്നുകൊണ്ട് വാചക കസരത്ത് നടത്തുമ്പോൾ അതിനൊക്കെ ഹുസൈൻ സലഫി മറുപടി പറയണമെന്നൊക്കെ പറയുമ്പോൾ നേരത്തെ വഹാബ് സക്കാഫി പറഞ്ഞു തന്നെയാണ് കാര്യം. അപാര തൊലിക്കട്ടി തന്നെ വേണം. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നിരൂപണം ചെയ്യുകയാണ്. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ കൃത്യമായി ഇബാറത്തു സഹിതം ഇമാമുമാർ പറഞ്ഞ ഉസൂലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ മറുപടി പറയൂ. നീ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നിന്റെ തലതൊട്ടപ്പന്മാരായ മുസ്ലിയാക്കന്മാർ കാലങ്ങളായി പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഗീർവാണം മാത്രമാണ്. ഇബാറത്ത് സഹിതം പറയുമത്രേ. എന്തു പറയുമെന്ന് നിനക്ക് അങ്ങനെ സത്യസന്ധമായി ഹുസൈൻ സലഫി പറഞ്ഞതിനെ ഗണ്ണിക്കാൻ പറ്റുമെങ്കിൽ നീ അത് ചെയ്യുമായിരുന്നു. ഹുസൈൻ സലഫി പറഞ്ഞതിനെ അങ്ങനെ ആധികാരികമായി ഗണ്ണിക്കാൻ കഴിയില്ല എന്നത് കൊണ്ട് തന്നെയാണ് സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന നിന്റെ ഹോജരാജാവ് മാളത്തിൽ ഒളിച്ചിരുന്നത്, ഈ രംഗത്തേക്ക് വരാത്തത്, മിണ്ടാട്ടം മുട്ടിയത്. നീ ധൈര്യമുണ്ടെങ്കിൽ ആ ചങ്ങാതിനെ തന്നെ പുറത്തിറക്കൂ, രംഗത്തിറക്കൂ, എന്നിട്ട് ഹുസൈൻ സലഫിക്ക് മറുപടി പറയാൻ പറ. ജനങ്ങൾ ഇതൊക്കെ പഠിക്കട്ടെ. അതല്ലാതെ അഡ്രസ് ഇല്ലാത്ത നീ വന്ന് 11 ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മറുപടി പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമൊന്നും ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫിക്കില്ല. സിംസാറുൽ ഹഖ് ഉദവി പറഞ്ഞതും ഹുസൈൻ സലഫി കേട്ടതും കേൾക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിത് ചെയ്തില്ലല്ലോ, സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു സൽക്കർമ്മമല്ല ഇത്. എന്തുകൊണ്ട്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിൽ ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആരാ? നബിയുനാ റസൂലുള്ളാഹി. ഇവിടെ മുസ്ലിയാർ കാണിക്കുന്ന ക്ലിപ്പ് എന്താണ്? സിംസാറുൽ ഹഖ് ഉദവി പറഞ്ഞതും ഹുസൈൻ സലഫി കേട്ടതും എന്നൊക്കെ പറഞ്ഞിട്ട് കേൾപ്പിക്കുന്ന ക്ലിപ്പിൽ പറയുന്നത് എന്താണ്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ എന്ന് തുടങ്ങുന്ന ഹദീസ് വായിച്ചുകൊണ്ട് മുസ്ലിയാർ ഇവിടെ എന്ത് സ്ഥാപിക്കാനാണ് ഈ ഹദീസ് വായിച്ചത്?
ഇവരുടെ നബിദിനമാഘോഷം സ്ഥാപിക്കാനല്ലേ? നബിദിനമാഘോഷത്തെക്കുറിച്ച് ഇവർ എന്താ പറയാറുള്ളത്? സുന്നത്താണ് എന്നാണ്. ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നാണ്. ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുകളുണ്ട് എന്നാണ്. എന്നിട്ട് ഖുർആനിലും ഹദീസിലും തെളിവുകളുണ്ട് എങ്കിൽ അതൊന്ന് കാണിച്ചാൽ പോരെ? ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കേണ്ടതുണ്ടോ? അപ്പോൾ തെളിവുകളില്ല. അതൊക്കെ മുസ്ലിയാക്കന്മാരുടെ ദുർവ്യാഖ്യാനമാണ്. ഈ സിംസാറുൽ ഹഖ് ഉദവിക്ക് അങ്ങനെ വാദമില്ല. മനസ്സിലായല്ലോ? ഇവരുടെ നേതാക്കന്മാരായ മുൻഗാമികളായ മുസ്ലിയാക്കന്മാരുടെ വാദം സിംസാറുൽ ഹഖ് ഉദവിക്കില്ല. ഞാനതിന് തെളിവ് കാണിച്ചുതരാം. സിംസാറുൽ ഹഖ് ഉദവി തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കാം നമുക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. ഏത് ശരി തന്നെയാണ് എന്ന്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബാക്കളോ താബിഈങ്ങളോ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാണല്ലോ ഇവിടെ പറഞ്ഞു വെച്ചത്. എന്നാൽ ഇവരുടെ നേതാക്കന്മാർ ഇങ്ങനെയാണോ പറഞ്ഞു വെച്ചത്? ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിന് വലിയ അറിവ് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ നാട്ടികവി മൂസ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന ഇവരുടെ വലിയ നേതാവ്, മരിച്ചുപോയ ഇവരുടെ വലിയ നേതാവായ ആ നാട്ടികവി മൂസ മുസ്ലിയാർ ഒരു മുഖാമുഖത്തിൽ കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലത്തിനടക്ക് ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, പൂർവീകരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണമെങ്കിൽ വലിയ വിവരം വേണം. അവരാരും ചെയ്തതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ഉള്ള വിവരം മതി. രണ്ടും രണ്ട് വിവരമാണ്. അങ്ങനെ ഒന്ന് തീരെ ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ വളരെ വലിയ വിവരം വേണം. എന്റെ അറിവിൽപ്പെട്ടിട്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ഓരോരുത്തർക്കും അവരവരുടെ അറിവ് മതി. ഒരാളുടെ അറിവിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ 23 കൊല്ലക്കാലത്തെ പ്രവാചക ജീവിതത്തിലുണ്ട്. പിന്നെ സഹാബത്ത് തന്നെ 1,00,000-ലധികം സഹാബത്തുണ്ട്. അവരിൽ ഓരോരുത്തരുടെയും ജീവിതത്തിനിടയിൽ അങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഈ ബൃഹത്തായ ചരിത്രവും ഹദീസും ലക്ഷക്കണക്കായ ദശലക്ഷക്കണക്കായ ഹദീസും ആയിരക്കണക്കായ ചരിത്ര ഗ്രന്ഥങ്ങളും വായിച്ച് ഒരടിക്ക് കമ്പ്യൂട്ടറിൽ ഹാജരാക്കുന്നത് പോലെ മനസ്സിൽ ഹാജരാക്കാനുള്ള ഊർമ്മി, അറിവും വിവരമൊക്കെ വേണം. അത്ര വലിയ വിവരമുള്ള ഒരാള് ഇന്നോട് ചോദിക്കാൻ മാത്രം ചെറുതാവുമെന്ന് ഞാൻ വിചാരിക്കണില്ല. അപ്പോൾ നാട്ടികവി മൂസ മുസ്ലിയാരുടെ വാദപ്രകാരം സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന ഇവന്റെ ഹോജരാജാവ് ചെയ്തത് എന്താണ്? വിവരക്കേടാണ് എന്നാ പറയേണ്ടത് അല്ലേ? നിനക്ക് അങ്ങനെ വാദമുണ്ടോ? നാട്ടികവി മൂസ മുസ്ലിയാരുടെ വാദപ്രകാരം സിംസാറുൽ ഹഖ് ഉദവി ഇപ്പോൾ ഈ പറഞ്ഞത് അത് വിവരക്കേടാണ് എന്നാണ് വരിക. നിനക്ക് അങ്ങനെ വാദമുണ്ടോ മുസ്ലിയാരെ? ഇനി നാട്ടിക തെളിവ് പറയുന്നതും കൂടി നമുക്കൊന്ന് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കലല്ല, തങ്ങൾ എല്ലാ ആഴ്ചയും നബിദിനം കൊണ്ടാടി. നമ്മളിപ്പോ കൊല്ലത്തിലുള്ളത്, മറ്റേത് ആഴ്ചയിലാണ്. നമുക്കും അത് സുന്നത്താണ്. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും ജന്മദിനങ്ങൾക്ക്, അതാണ് നബിദിനം തന്നെ, ജന്മദിനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. മാത്രമല്ല തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചത് കാരണം നരകാവകാശിയായ അബൂലഹബിന് പോലും തിങ്കളാഴ്ച ദിവസം നരകശിക്ഷയിൽ ലഘൂകരണം അനുഭവിക്കുന്നു. മോചനമല്ല, ലഘൂകരണം. അത് ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചതാ കാരണം. സഹാബത്തിന്റെ താബികളുടെ പൂർവികരുടെ കാലത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. അവർ ജന്മദിനം ആഘോഷിച്ചിരുന്നു എന്ന് മാത്രമല്ല, മൗലൂദിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു. താബികളിൽ പ്രമുഖനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് 300-ലധികം സഹാബിവര്യന്മാരോട് സഹബത്തിട്ടുണ്ട്. അവരിൽ തന്നെ 60 പേർ ബദറിൽ പങ്കെടുത്തവരായിരുന്നു. അവരോടൊപ്പം ജീവിച്ച അദ്ദേഹം സഹാബത്തിനോടൊപ്പം എന്ന് പറഞ്ഞത് സഹാബത്തിന്റെ കാലശേഷം പറഞ്ഞതല്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവത്തിന്റെ കാലവും അദ്ദേഹത്തിന്റെ ആ പരാമർശത്തിന്റെ താരീഖും പരിശോധിച്ചാൽ ബോധ്യമാകും. അവരോടൊപ്പം ജീവിക്കുന്ന ഹസൻ ബസ്രി പറഞ്ഞത്, എനിക്ക് ഉഹദ് പർവ്വതത്തോളം സ്വർണം ലഭിച്ചാലും പ്രവാചകരുടെ മൗലൂദിന് വേണ്ടി അത് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ ആ കാലം മുതൽക്ക് ഏർപ്പാടുണ്ടായിട്ടില്ലേ? എന്നാൽ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഇത് മുസഫർ രാജാവിന്റെ കാലത്തുണ്ടായതാണ്, നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം ഉണ്ടായതാണ്. തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണക്ക് ഒരു കാരണമുണ്ട്. അങ്ങനെ ആരോ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. പാടിയവർക്കും പറഞ്ഞവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ശരിയല്ല. എന്തുകൊണ്ട്? മുസഫർ രാജാവിന്റെ കാലത്തുണ്ടായിരുന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണം അദ്ദേഹം 1000-കണക്കിൽ ആട്, 10,000-കണക്കിൽ കോഴി അറുത്ത് മൗലൂദിന്റെ പേരിൽ രാജകീയ സദ്യ സംഘടിപ്പിക്കാൻ തുടങ്ങിയത് അദ്ദേഹമാണ്.
അദ്ദേഹം മൗലൂദിന്റെ തുടക്കക്കാരനല്ല, കേവല സദ്യയുടെ തുടക്കക്കാരനല്ല, രാജകീയ സദ്യയുടെ തുടക്കക്കാരൻ മാത്രം. ഇപ്പോൾ നിനക്ക് നാട്ടികവി മൂസ മുസ്ലിയാരുടെ വാദപ്രകാരം സിംസാറുൽ ഹഖ് ഉദവി പറഞ്ഞത് വിവരക്കേടാണ് എന്ന് മനസ്സിലായില്ലേ? സിംസാറുൽ ഹഖ് ഉദവി പറഞ്ഞത് വിവരക്കേടാണ് നിന്റെ സമസ്തയുടെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാരുടെ വാദപ്രകാരം. സിംസാറിന്റെ വാദപ്രകാരം പ്രവാചകനോ സഹാബാക്കളോ ഉത്തമ തലമുറക്കാരോ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാണ് വാദം. എന്നാൽ നാട്ടികവ് മൂസ മുസ്ലിയാർക്ക് അതല്ല വാദം. പ്രവാചകൻ ആഘോഷിച്ചിട്ടുണ്ട്, സഹാബാക്കൾ ആഘോഷിച്ചിട്ടുണ്ട്, ഉത്തമ തലമുറക്കാർ ആഘോഷിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അതിന്റെ തഴവയെ വരെ അയാൾ തള്ളുന്നുണ്ട്. അത് ശരിയല്ല എന്നാ പറയുന്നത്. തഴവ പാടിയ പാട്ട് ശരിയല്ല. മുളഫർ രാജാവ് രാജകീയമായി തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രവാചകന്റെ കാലഘട്ടം മുതൽ തന്നെ നബിദിനം ആഘോഷ കലാപരിപാടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പച്ചക്ക് ഹദീസുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പുരോഹിതൻ ഇവിടെ തട്ടിവിടുകയാണ് ചെയ്തിട്ടുള്ളത്. നീ ആരെ തള്ളും ആരെക്കൊള്ളും എന്നിവിടെ പറഞ്ഞ നിന്റെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഉദവി ഉണ്ടല്ലോ, അയാളുടെ പല വാദങ്ങളും നിങ്ങളുടെ സമസ്ത കൂടാരങ്ങളിലുള്ള പുരോഹിതന്മാർ അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ ഹുസൈൻ സലഫി കബളിപ്പിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. എങ്കിൽ നിന്റെ സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന പുരോഹിതനെ കുറിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാക്കന്മാര് തന്നെ പറഞ്ഞു വെച്ചത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകൽ സമയം സൈനബ് ബീവിയുടെ വീട്ടിലേക്ക് വരുമ്പോ ബീവി പറഞ്ഞു, ഇതൊരു പുരുഷന്റെ നിഴലാണല്ലോ ഞാൻ കാണുന്നത്. നടന്നു വരുമ്പോ ഒരു പുരുഷന്റെ നിഴലാണ്. എന്നാൽ വമാ യദ്ഖുലു അലൈഹി റസൂലുള്ളാഹി തങ്ങൾ വരാനിടയില്ലല്ലോ, പിന്നെ ആരാണ് ഈ വരുന്നത്? അങ്ങനെ ഫലമ്മാ നളറതു ഇലൈഹി അറഫതുഹു അന്നഹു റസൂലുള്ളാഹ്, നോക്കുമ്പോൾ അത് റസൂലുള്ളാഹി തങ്ങളാണെന്ന് മഹദിക്ക് ബോധ്യപ്പെട്ടു. എവിടുന്നാ നീ കിതാബ് ഓതി പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ ഏത് സുന്നി പറയാനാ വന്നത്? ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ? ലാ യൽഹറു ലഹു ളില്ലുൻ, റസൂലുള്ളാഹിക്ക് ളില്ലുണ്ടാവാറില്ല അസ്ലൻ. എന്താ അസ്ലന്റെ അർത്ഥം? പഠിച്ചിട്ടില്ലെങ്കിൽ വന്നോ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അസ്ലൻ എന്ന് പറഞ്ഞാൽ തീരെ തന്നെ ഒരു കാലത്തും ഒരു സമയത്തും സൂര്യപ്രകാശത്തിലും ചന്ദ്രന്റെ പ്രകാശത്തിലും വലാ സിറാജുൻ, വിളക്കിന്റെ പ്രകാശത്തിലും ഉണ്ടാവാറില്ല എന്നാണ് സുന്നത്ത് ജമാഅത്ത് പഠിച്ചിട്ടുള്ളത്, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാവും പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നീ എവിടെ കൊണ്ടുപോയി വെക്കും? ഏതടുപ്പിലാ ഇത് കൊണ്ടുപോയി വെക്ക? നീ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളെ തള്ളിയിട്ടുള്ള സുന്നി ഏതാ? നിന്റെ സുന്നി കേട്ടില്ലേ? നീ ഏത് സുന്നി പറയാനാണ് ഇങ്ങോട്ട് വന്നത് എന്നാ ചോദ്യം. നിനക്കെന്ത് മറുപടി ഉണ്ട് പറയാൻ? നിന്റെ സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന മുസ്ലിയാർക്ക് എന്ത് മറുപടി ഉണ്ട് പറയാൻ? ഇതുപോലെ നിരവധി തെളിവുകൾ ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് പുരോഹിതനോട് പറയാനുള്ളത്, 10 മീറ്റർ തുണിയെടുത്ത് തലയിൽ ചുറ്റി വലിയ ആളായ്മത്തരം കാണിക്കാൻ വരുന്നതിന് മുമ്പ് സ്വന്തം തട്ടകത്തിലുള്ള പുരോഹിതന്മാർ എന്തൊക്കെയാണ് ഈ വിഷയത്തിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് പോയി കേൾക്കുകയും അറിയുകയും ചെയ്തതിന് ശേഷം മതി മുജാഹിദിന്റെ മെക്കിട്ട് കയറാൻ, പ്രത്യേകിച്ച് ഹുസൈൻ സലഫിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ മെക്കിട്ട് കയറാൻ. മനസ്സിലായല്ലോ? ഹുസൈൻ സലഫി കബളിപ്പിക്കുന്ന ആളാണല്ലേ നിന്റെ സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ ബഹുമാനപ്പെട്ട പണ്ഡിതനെ കുറിച്ച് ബഹുമാനപ്പെട്ട സമസ്തയിലെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിച്ചത്. അതുകൊണ്ട് മുസ്ലിയാർ തരത്ത് പോയി കളിക്ക്. മനസ്സിലായല്ലോ? തരത്ത് പോയി കളിക്ക്. ഞാൻ ചെയ്ത ഒരു വീഡിയോക്ക് മറുപടി എന്ന പേരിൽ ഒരു മുജാഹിദ് സുഹൃത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ എനിക്കത് അയച്ചു തന്നു. വളരെ ആകാംക്ഷയോടുകൂടെ ഞാൻ ആ വീഡിയോ തുറന്നു. അൽഹംദുലില്ലാ, ഒരാളെങ്കിലും മറുപടി പറഞ്ഞല്ലോ എന്ന ആശ്വാസത്തോടെ. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഇനി നിന്റെ വായാടിത്തം കേട്ട് നമ്മുടെ സുഹൃത്ത് അൻസാർ ആരിക്കാട് ഒരു മറുപടി പറഞ്ഞിരുന്നു. മുസ്ലിയാർ വലിയ പ്രതീക്ഷയോടെയാണ് അത്ര അത് കേട്ടത്, പക്ഷെ നിരാശയാണത്രേ. എന്നിട്ട് ആ വീഡിയോക്ക് കണ്ട മുസ്ലിയാർ എഴുതി വെച്ചത് എന്താണെന്നറിയോ? ഹുസൈൻ സലഫി കുട്ടികളെ വിട്ട് ഒളിച്ചോടുകയാണോ എന്ന്. ആരോട് ഈ ചോദിക്കുന്നു? ഹുസൈൻ സലഫിനോടാ. എടോ നിനക്ക് ഉളുപ്പില്ലേ? നിന്റെ റഹ്മത്തുള്ള കാസിം മുമ്പ് പറഞ്ഞല്ലോ, ഉളുപ്പ്. നിനക്ക് ഉളുപ്പില്ലേ ഇങ്ങനെയൊക്കെ ഒരു ടൈറ്റിൽ എഴുതാൻ വേണ്ടി? നീ ആദ്യം നിന്റെ ധാരണ മാറ്റുക. നിന്റെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ള, സിംസാറുൽ ഹഖ് ഉദവിയെ പോലെയുള്ള, അമ്പലക്കടവ് അമീദ് ഫൈസിയെ പോലെയുള്ള, കക്കുപ്പടിയെ പോലെയുള്ള, MT ദാരിമിയെ പോലെയുള്ള ഒരു കേവലം പുരോഹിതനല്ല ഹുസൈൻ സലഫി. നിന്നെ പോലെയുള്ള അലവലാദികളെ കണ്ട് പേടിക്കാൻ വേണ്ടി നീ ആണത്തമുണ്ട് എങ്കിൽ നിന്റെ സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന പുരോഹിതനെ രംഗത്തിറക്ക്. അയാൾക്കാണല്ലോ ഹുസൈൻ സലഫി മറുപടി പറഞ്ഞത്. എങ്കിൽ നീ ഹുസൈൻ സലഫിക്ക് മറുപടി ആയിക്കൊണ്ട് സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന പുരോഹിതനെ തന്നെ രംഗത്തിറക്ക്. എന്നിട്ട് മറുപടി പറയാൻ പറ.
അതല്ലാതെ ഊരും പേരും അറിയാത്ത തലൈക്കെട്ടിന്റെ വണ്ണം മാത്രമുള്ള നിനക്കൊക്കെ മറുപടി പറയേണ്ട ആവശ്യമൊന്നും ഹുസൈൻ സലഫിക്കില്ല. അതുകൊണ്ട് നീ സിംസാറുൽ ഹക്ക് ഉദവിയെ കളത്തിലിറക്കുക ആദ്യം. പിന്നെ സിംസാറുൽ ഹക്ക് ഉദവി പറഞ്ഞതിന് മറുപടി. ഇത് സിംസാറുൽ ഹക്ക് ഉദവിക്ക് ഒരു ധാരണയുണ്ട്, സിംസാർ പറയുന്നതിനൊന്നും മറുപടി പറയാൻ മുജാഹിദുകൾക്ക് കഴിയില്ല എന്നൊക്കെ. ഇമാം നബവി തങ്ങളുടെയും മറ്റും നമ്മുടെ പണ്ഡിതൻ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും ഉദ്ധരണികൾ വെച്ച് ഇനിയൊരു കാലത്തൊരു മറുപടി ഇല്ലാത്ത വിധം, അതാണ് എന്റെ ആഗ്രഹം. അയാളുടെ പൂതി പണ്ടേ ഹുസൈൻ സലഫി തന്നെ മാറ്റിക്കൊടുത്തതാണ്, അതുകൊണ്ടാണ് വരാത്തത്. അവൻ തന്നെ സമ്മതിച്ചതാണ് ഹുസൈൻ സലഫിയുടെ പാണ്ഡിത്യത്തെ. അതുകൊണ്ട് മുസ്ലിയാരെ തരത്തിൽ പോയി കളിക്ക്. നീ പറ്റുമെങ്കിൽ നിന്റെ സിംസാറുൽ ഹക്ക് ഉദവിയെ കളത്തിലിറക്ക്. അവൻ വരില്ല എന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് പറ്റുമെങ്കിൽ നീ സിംസാറുൽ ഹക്ക് ഉദവിയെ കളത്തിലിറക്ക്. ഇനി സിംസാറുൽ ഹക്ക് ഉദവി പറഞ്ഞ കാര്യം നീ സിംസാറുൽ ഹക്ക് ഉദവിയെ ന്യായീകരിച്ചല്ലോ, വെളുപ്പിക്കാൻ ശ്രമിച്ചല്ലോ, അതിനുള്ള മറുപടി മനസ്സിലായല്ലോ. അതിലൊക്കെ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ അത് കേൾപ്പിച്ചു തരാം. വീഡിയോ ലെങ്ത് കൂട്ടണ്ട എന്നത് കൊണ്ടാണ്. അത് എല്ലാവരിലേക്കും എത്തുകയും വേണം. ഇവനെ പോലെയുള്ള പുരോഹിതന്മാർ ഇവിടെ കോപ്രായം കാട്ടിയിട്ടും എന്ത് ദുർവ്യാഖ്യാനം നടത്തിയിട്ടും എന്ത് വളച്ചൊടിച്ചിട്ടും ഒരു കാര്യവുമില്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പ്രമാണങ്ങൾ കൊണ്ട് അതൊക്കെ തെളിയിക്കാൻ വേണ്ടി പറ്റും. ഇത് നിന്റെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെ, അമ്പലക്കടവ് അമീദ് ഫൈസിയെ പോലെ, MT ദാരിമിയെ പോലെ, കക്കുപ്പടിയെ പോലെയുള്ള പുരോഹിതന്മാർ വായിക്ക് തോന്നിയത് കോതക്ക് പാട്ടി എന്ന രീതിയിൽ വിളിച്ചു കൂവുന്നത് പോലെ ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു കൂവുന്നതാണ് എന്ന് വിചാരിച്ചോ? അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നിന്റെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ബഹുമാനപ്പെട്ട പണ്ഡിതനായ സിംസാറുൽ ഹക്ക് ഉദവി എന്ന് പറയുന്ന പുരോഹിതൻ നടത്തിയ കബളിപ്പിക്കലിന് കൃത്യവും വ്യക്തവുമായി പ്രാമാണികമായി തന്നെ മറുപടി പറയുന്ന വീഡിയോ നിനക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അടുത്ത വീഡിയോ നമ്മൾ അതാണ് ഇറക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാ അല്ലാഹ്. കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരം പുരോഹിതന്മാരുടെ ഫിത്രയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.